അതെ, ഹായ് ഫ്രണ്ട്സ്, സജിൻ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയിട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെ ചങ്കൽ കടിച്ചു വലിച്ചിരിക്കുകയാണ്. വലിച്ച് തല്ലു കൂടുന്നത് ആകെ 2 പേരേ ഉള്ളൂ. ചൊന്തിരിമുത്തേ. പക്ഷെ അതിനെ ബെറ്റാടിയും തേക്കാണ്ട് പറ്റില്ല. അതിൻ്റെ കഴുത്ത് കണ്ട ആവല്ലേ സുന്ദരി. ഞങ്ങളൊന്ന് പോയി വരുമ്പോഴേക്കേ ഇവിടെ നിറച്ചു രോമം. ചേട്ടാ ആദ്യം ചോദിച്ചു ഇവർ ഏതെങ്കിലും കിളീനെ. ഞാനേ ഭക്ഷണം കൊടുക്കാദ്യം. ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. നമുക്കിങ്ങനെ അറിയില്ലല്ലോ കഴുത്തിലേക്ക് വെച്ചേക്ക്. വേനിച്ചിട്ടാട്ടാ. ഷുണ്ടടി കാണിക്കും. നല്ല കടി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇന്ന് ഇവറ്റങ്ങളുടെ പാട് മാതിരി കണ്ടപ്പോൾ പാവം തോന്നി കേട്ടോ. നിറച്ചും രോമായിരുന്നു, ഇവിടെ നിറച്ചു രോമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കിളീനെ പിടിച്ചു കൊണ്ടുവന്നതാണോ എന്താണെന്നൊക്കെ വിചാരിച്ചു. അല്ല കേട്ടോ, കിളീനെ പിടിച്ചു കൊണ്ടുവന്നതൊന്നുമല്ല. ഇവർ കടിച്ച് പിടിച്ച് വലിച്ച് അവളെ കുടഞ്ഞെടുത്തു. പാവം തോന്നി. നമ്മളില്ല, ഞങ്ങൾ പുറത്ത് പോയിക്കായിരുന്നു ആ സമയത്ത്. ആ ഡുണ്ടുകൂട്ടനാണെന്നാണ് അവരാണ് തല്ലുകൂടുന്നത്. ഡുണ്ടുകൂട്ടൻ. സുഖമുണ്ട്. അത് മാച്ച് കളീനോള്. അത് മാച്ച് കളീന്. അവിടെ നിന്നിട്ട് തേച്ച് വിചാരിച്ച് ആയി. പക്ഷെ അവള് മാച്ചു. നമുക്ക് ഡുണ്ടു വരുമ്പോഴേ അവനെ പറഞ്ഞയച്ചാട്ടോ. നമുക്ക് ഡുണ്ടും കൂടി വരുമ്പോൾ നമുക്ക് ഓതിപ്പിച്ചാണ് കേട്ടാ. നമുക്ക് ഡുണ്ടു വരുമ്പോൾ ഓതിപ്പിച്ചാനാട്ടാ. നമുക്ക് ഡുണ്ടു മോൻ വരുമ്പോഴേ ഓദിപ്പിച്ചാട്ടാ. ഓടിപ്പിച്ച പറഞ്ഞ സഹിക്കാൻ പറ്റണില്ല കേട്ടോ. സഹിക്കാൻ പറ്റണില്ല ചേട്ടോ. വിഷമിച്ചിട്ട് എന്തുമാത്രം കടിച്ചു വലിച്ചേക്കണത്. ഇതിനെ പാവത്തിനെ കൊന്നു കളഞ്ഞേട്ടോ ശരിക്കും. അയ്യോ, ഇനി ശരിക്കും കൊന്നു കളഞ്ഞേനെ ആരെങ്കിലും. അതായപ്പോ ആ ഡുണ്ടു കൂട്ടനാ തല്ലു കൂടാര് അങ്ങോട്ട് വരട്ടവൻ. പൊന്നു പാവം. എന്ത് സ്നേഹത്തിലാ നിക്കണല്ലേ പാവല്ലേ. അങ്ങനെ ഞാൻ ഒരു മട്ടൻ റോസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണ്ട. വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ചീൻചട്ടിയിൽ അല്പം നമ്മുടെ സവാള അങ്ങ് വഴറ്റിയെടുക്കാം. നല്ല പോലെ സവാള വഴറ്റണേ. നല്ലപോലെ സവാള ഇങ്ങനെ ചെറുതീരിട്ടിട്ട് വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നാണ് ഒരു മട്ടൻ ഒക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് നമുക്കതങ്ങോട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ സമാധാനം കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മട്ടൻ കറി കഴിക്കാൻ കുറച്ചൊക്കെ നാളായി. ഇപ്പോൾ നമ്മൾ മട്ടനൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നോ ഒരു മാസമൊക്കെ കഴിഞ്ഞു മട്ടൻ കറി ഉണ്ടാക്കിയിട്ട്. അപ്പം നമുക്ക് ഇത് അത്യാവശ്യമൊക്കെ ഇങ്ങനെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇത്ര റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മട്ടൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. മട്ടനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ മല്ലിപ്പൊടി അധികം ആവശ്യമൊന്നുമില്ല. എന്നാലും നമുക്ക് ഇത്ര മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ. എനിക്ക് മല്ലിപ്പൊടി ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. മല്ലിപ്പൊടി അതിൻ്റെ എനിക്ക് തോന്നുന്നു സാധനങ്ങളിലേക്ക് ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ നമുക്ക് മുളക് പൊടി വേണം. അത്യാവശ്യം മുളക് പൊടി വേണം. നമുക്ക് ഇത്തിരി എരിവോട് കൂടിയിട്ടാണ് മട്ടൻ കറി എനിക്കിഷ്ടം കുറച്ച്. അപ്പോൾ നമ്മൾക്ക് ഇത്തിരി അത്യാവശ്യം അങ്ങോട്ട് വറക്കാം. നമുക്ക് ഇതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. കാരണം മട്ടനിൽ അത്യാവശ്യം നെയ്യും എണ്ണയും ഒക്കെ ഉള്ളതാണ്.
അതിലേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ മുളക് പൊടിയും ഇതൊന്നും നമ്മൾ അല്ല വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. അപ്പം അതിൻ്റെ ടേസ്റ്റും മാറിപ്പോവും. പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഇതാവുമ്പോൾ നമുക്ക് ധാരാളം കഴിക്കുകയും ചെയ്യാം. ഇത് അത്യാവശ്യം ഇതായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇത്തിരി മട്ടൻ്റെ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇതങ്ങോട്ട് ഇങ്ങനെ കഴിച്ചെടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടും. കുറച്ചധികം വേപ്പിൻ്റെ ഇലയൊക്കെ ചേർക്കാം കേട്ടോ. വേപ്പിൻ്റെ ഇലയുടെ സ്മെല്ല് മട്ടനിൽ നല്ലതാണ്. ഇങ്ങനെ നമുക്ക് അങ്ങനെ ആക്കി ഇതിൽ വേപ്പിൻ്റെ നാടൻ മട്ടൻ റോസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ നാളികേരം വേണം ശബ്ദം. ഞാൻ അപ്പം എന്നെ പേടിച്ചു പോയി. പിന്നെ നമ്മുടെ ഈ പച്ചമുളക് ഒരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഒക്കെ നമ്മളുടെ വേപ്പിൻ്റെ ഇലയിട്ടുണ്ടോ സവാള ചേർത്തുണ്ടോ ഒക്കെ നമ്മുടെ. ഞാൻ എൻ്റെ സംസാരം അങ്ങനെയാണ് കേട്ടോ. ഞാൻ എന്ത് പറയുമ്പോഴും ഒക്കെ നമ്മുടെ പറയും. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇങ്ങോട്ട് വഴറ്റി ഇത് മുളക് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ഒഴിച്ച് എടുക്കുന്നത്. അപ്പോൾ ആ മുളക് അങ്ങോട്ട് വെന്ത് കിട്ടുമല്ലോ, പച്ചമണങ്ങൾ മാറി കിട്ടും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ചീന ചട്ടി ഇങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ ഈ വറുത്തെടുത്ത് അതായത് നമ്മുടെ സംഭവങ്ങളുണ്ടല്ലോ അതെല്ലാം നമുക്ക് ഈ കുക്കറിലേക്ക് വേവിച്ച കുക്കറിലേക്ക് തന്നെ ചേർക്കണം കേട്ടോ. അതാണ് അതിൻ്റെ വേവിച്ച കുക്കറിലേക്ക് ചേർക്കാം കേട്ടോ. കണ്ടോ നല്ല പോലെ മുളകും എണ്ണ കണ്ടോ. ഇനി എന്തിനാ വേറെ എണ്ണ. ഒന്നും കൂടി നമുക്കൊന്ന് വിസിലിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും തക്കാളി ചേർക്കാം കേട്ടോ. ആദ്യം തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കണം. ഇതങ്ങനെ തന്നെ ഇടാം. തണ്ടോടുകൂടി അങ്ങോട്ട് റെഡി ആവണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതവിടെ എടുക്കട്ടെ. നമുക്ക് 1-2 വിസിൽ വീണ്ടും ഇടിയിക്കാം കേട്ടോ. എന്നിട്ട് നോക്കാം. കണ്ടോ പേടിച്ച് കരയാണ് കേട്ടോ. ഞാൻ കറി ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ നിന്ന് ഓടി വന്നതാണ്. എൻ്റെ കരച്ചിൽ കേട്ടിട്ട് അവനെ കണ്ടിട്ട് ഇതാ ഡുണ്ടുകൂട്ടം വന്നിരിപ്പുണ്ട് ഇവിടെ. ഇല്ല കേട്ടോ, അവനെ ഒന്നും ചെയ്യില്ല, എന്നെ തൊടില്ല കേട്ടോ. അവൻ അവിടെ ഇരിക്കല്ലേ, അവിടെ ഇരിക്കട്ടെ. ഇല്ല പൊന്നൊന്നും ചെയ്യില്ല കേട്ടാ, ഒന്നും ചെയ്യില്ല കേട്ടാ മുത്തേ. ഒന്നും ചെയ്യില്ലവൻ. നല്ലൊരു സുന്ദരീനെ വേറെ കിട്ടാനുണ്ടോ? ഇരിക്കണമെങ്കിൽ പേടിച്ചിട്ട് പേടിച്ച് കരയുന്ന. മട്ടൺ റോസ്റ്റൊക്കെ റെഡി ആയിട്ടോ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളെല്ലാം. അജിന്തി പ്രസാദ് ഫാമിലിയുള്ള സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.